ഹലോ, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അത് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചാളക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വയ്ക്കുന്ന ഒരു സ്റ്റൈലല്ല, മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചാളയൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു 1/4 കപ്പ് ചെറിയുള്ളി, അതുപോലെ പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ഇതുപോലെ സ്ലൈസ് ചെയ്തത്, പിന്നെ ഒരു ചെറിയൊരു തക്കാളി കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിതിപ്പോൾ അരച്ച ആ ഒരു സമയത്താണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് അരച്ചൊക്കെ ചേർത്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാള ഒന്ന് വെന്ത് പാകാനുള്ള വെള്ളം മാത്രം വെച്ചിട്ട് ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുക. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതവിടെ ഇരുന്ന് റെഡി ആയിക്കോട്ടെ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അടുക്കിയ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മദേഴ്സിൻ്റെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മൾ സാധാരണ തേങ്ങയും മുളകും ഒക്കെ അരക്കില്ലേ, ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ആ ചാളയൊക്കെ വെന്ത് മാങ്ങയും എല്ലാം ഒരുപാട് കലങ്ങിയിട്ടൊന്നുമില്ല, പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പും കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ആ ഒരു പച്ചമുളക് ഞാൻ ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചാള വേവിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാവും. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു അരപ്പിൻ്റെ ആ ഒരു റോ ടേസ്റ്റ്, ആ തേങ്ങയുടെ ആ പച്ച ആ ഒരു ഇതൊക്കെ പോകണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തേങ്ങയ്ക്കൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടി കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ചാളയ്ക്ക് ഒരു പകുതി വേവാകുമ്പോൾ വേണം അരപ്പ് ചേർക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ഉള്ളിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല ബ്രൗൺ കളറിലൊന്ന് മൊരിയിച്ചെടുക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തേക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ വെറൈറ്റി ടേസ്റ്റ് എന്ന് പ്രത്യേകം പറയാൻ കാരണം ഉലുവയും ഉള്ളിയൊക്കെ ഇട്ട് താളിച്ചത് കാരണം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ചാളക്കറിക്ക് കിട്ടുക. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.